സാരദേ കുട്ടുമക്കുട്ടു. കുട്ടുമക്കുട്ടുവോ? അല്ല, ചുക്കുമിഠായി. ഇതെന്താ ചിക്കുമിഠായി ഒക്കെ ആയിട്ട്? ഇന്ന് നിന്റെ പിറന്നാളാണോ? അല്ല, ഇന്ന് നമ്മുടെ കോളേജിലെ അവസാനത്തെ ദിവസമല്ലേ. ഇന്ന് ആ ഭഗീരഥൻ പിള്ളയുടെ കവിതാലാപനമുണ്ട്. കൂവി കൂവി നമ്മുടെ യൂപ്പാട് വറും. അപ്പൊ കഴിക്കാനാണ് ഇത്. ഈ സുശീലാദേവി പി കെയുടെ ഓരോ കാമഡികൾ സിരിച്ച് സിരിച്ച് മണ്ണും കപ്പയും. മണ്ണും കപ്പയുമോ? അല്ല, സിരിച്ച് സിരിച്ച് മരിക്കുമെന്ന്. സുശീലാദേവി പി കെ, ഒരുപാട് നാളായി ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. ചോദിക്കിൻ. ഈ സുശീലാദേവി പി കെയിലെ പി കെ എന്താണ്? അതറിയില്ലേ? ഇല്ല. പി കെ എന്നാൽ പണക്കാരുടെ കൊട്ടാരം. അല്ല സാരദ, നിന്റെ പിറകിൽ ആരാ? അതല്ല, നിന്റെ പിറകിൽ ഇനീഷ്യലായിട്ട് ഒന്നുമില്ലേ? ഒന്നുമില്ല. സുശീലയ്ക്ക് വേണമെങ്കിൽ എന്നെ സാരദ ഓവി എന്ന് വിളിക്കാം. എന്താണ് സാരദ ഓവി? സാരദ ഓല വീട്. ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ സുശീലേ? ഓഹോ, അങ്ങനെയാണെങ്കിൽ എന്റെ വീട്ടിൽ AC ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്റെ വീട്ടിൽ BC ഉണ്ട്. എന്താണ് BC? ഭയങ്കര ചൂട്. ഓഹോ, അങ്ങനെയാണെങ്കിൽ എന്റെ അച്ഛൻ തീവണ്ടി ആഫീസിലാണ്. എന്റെ അച്ഛനും വണ്ടി ആഫീസിൽ തന്നെ. തീവണ്ടി ആഫീസിലോ? അല്ല, കശുവണ്ടി ആഫീസിൽ. അതും ഒരു ആഫീസല്ലേ? ഈ സാരദ ഓവിയുടെ ഓരോ തമാശകൾ. അങ്ങനെ കളിച്ചും ചിറിച്ചും വർഷങ്ങൾ കടന്നുപോയത് അറിഞ്ഞില്ല. അതെ, ഇതുപോലെ തന്നെ SSLCക്ക് പഠിക്കുമ്പോൾ 3 വർഷങ്ങൾ കടന്നുപോയത് ഞാനും അറിഞ്ഞില്ല. SSLC എന്ന് പറയുന്നത് ആകെ ഒരു വർഷമല്ലേ ഉള്ളൂ. അന്ന് ഞാനൊരു ത്രിവത്സര ഡിപ്ലോമ എടുത്തിരുന്നു. എന്നാലും തോറ്റു തുന്നമ്പാടി തൊപ്പിയിട്ടെന്ന് പറയാൻ മടിക്കല്ലേ സാറതെ. അങ്ങനെയാണെങ്കിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കരപ്പൻ വന്ന് ഞാനും എടുത്തു ഒരു ദ്വിവത്സര ഡിപ്ലോമ. അപ്പോൾ നീയും തോറ്റിരുന്നല്ലേ?